നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. അങ്ങാണല്ലേ അപ്പോ നമ്മളുടെ മേളക്കാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാം ഊർജം നൽകുന്നത്? പിന്നെ തീർച്ചയായിട്ടും ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചാലേ അവർക്ക് അവരുടേതായ ഫീൽഡിൽ നല്ല രീതിയിൽ പണിയെടുക്കണമെങ്കിൽ ഭക്ഷണം ഒരു പ്രധാന ഘടകമാണല്ലോ. അങ്ങയുടെ പേര് നാരായണൻ നമ്പൂതിരി. നാട് കടുത്തുരുത്തി അടുത്താണ്, ആയാങ്കുടി എന്ന് പറയും. വൈക്കം കടുത്തുരുത്തി ഏറ്റുമാനൂരിലെ കടുത്തുരുത്തി അടുത്തായിട്ടാണ്, ഒരു 3 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി. അങ്ങ് എത്ര കൊല്ലായി ഇവിടെ അമ്പലത്തില്? ഇവിടെ ഇപ്പം എറണാകുളത്ത് അമ്പലത്തില് ഇത് 4ാമത്തെ വർഷമാണ്. ഉത്സവം പതിവായിട്ടുള്ള എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന അന്നദാനം അതെല്ലാം ഒരു 4 വർഷമായിട്ട് നമ്മളാണ് ചെയ്യുന്നത് എറണാകുളത്ത് അമ്പലത്തിൽ. പിന്നെ വൈക്കത്തെ മഹാപ്രാതൽ ഒക്കെ നമ്മളാണ് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 30,000 പേർക്കും. പിന്നെ കുമാരനെല്ലൂര് കാർത്തിക പ്രസാദമുട്ട് അതുകൊണ്ട് 30,000 പേരോളം. അത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയാണ്. ഇത് എറണാകുളം ജില്ലയിൽ ഈ എറണാകുളത്ത് അമ്പലത്തിലാണ് പ്രധാനമായിട്ടും. പിന്നെ ചെറിയ ചെറിയ അമ്പലങ്ങളിലെ പരിപാടികളാണ് വൻ പരിപാടികൾ കൂടുതൽ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ എറണാകുളത്ത് വന്നിട്ട് പാചകം ചെയ്യുന്നത്? എറണാകുളത്ത് നല്ലൊരു അനുഭവമാണ്. മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പരദേവതയും ഈ മഹാദേവൻ തന്നെയാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിനോട് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പം നമ്മൾ ഒരു പ്രതിഫലം ഇച്ഛിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ കൂടെ ഉള്ളവർക്ക് കുറച്ച് ദിവസത്തെ പണി കിട്ടുക, പിന്നെ ദേവനെ സേവിക്കാനൊരു അവസരം, അത് ഏറ്റവും പ്രധാനം തന്നെയാണ്. അത് നമ്മൾ ഒരിക്കലും, കാരണം എൻ്റെ പരദേവതയും ഈ ശിവൻ മഹാദേവനാണ്. അപ്പം അദ്ദേഹത്തിനോട് നമുക്കൊരു പ്രത്യേക ഗുണമുണ്ട്. അത് നമ്മളെന്നും ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. അങ്ങയുടെ ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. വരൂ. ഇങ്ങേർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു തിരുമേനി അങ്ങയുടെ ഇന്റർവ്യൂ എടുക്കണമെന്ന്. മേളത്തിലും കൂടി. അതെ. അയാള് 2 ഫീൽഡിലും ശോഭിക്കുന്ന ആളാണ്. കുറെ വർഷങ്ങളായിട്ട് 12 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ 12 വർഷമായിട്ട് ഈ മേള ഫീൽഡിലും സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. എന്തായാലും അങ്ങേ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു.